വാർത്തകളിലേക്ക് തിരികെ. എല്ലാവരും വിഷുപ്പുലരിയെ വരവേൽക്കുമ്പോൾ തൃശൂർ മണലൂർ പഞ്ചായത്തിലെ ഒരു കുടുംബം കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ആനക്കാട് റോഡിൽ ചുള്ളിയിൽ സുധരും കുടുംബവുമാണ് വിഷുനാളിലും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. ഈ കുടുംബം കഴിഞ്ഞ 20 വർഷമായി കുടിവെള്ളമെടുക്കുന്ന പൊതുടാപ്പാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അധികൃതർ അഴിച്ചുകൊണ്ടുപോയത്. വാർഡംഗത്തിനോട് കുടിവെള്ള വിതരണം നിലച്ചതുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു ഫലവുമില്ല. 2 വീട്ടുകാർ വെള്ളം എടുക്കണ പൈപ്പ് ഊരാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് 2 വീട്ടുകാർ വെള്ളം എടുക്കണ പൈപ്പാണ്, എന്താ നിങ്ങളിത് ഊരി പോകണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങളോട് കുടി എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു പോയിന്ന് മാത്രം. ഇതുവരെ അവർക്ക് വെള്ളമൊന്നും ഇതുവരെ ശരിയാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞു. കരാർ പണിക്കാർ ടാപ്പ് തെറ്റിയെടുത്തതാണെന്നും വീണ്ടും ഫിറ്റ് ചെയ്യുമെന്നും വാർഡംഗം ഉറപ്പു പറഞ്ഞെങ്കിലും 3 മാസമായിട്ടും യാതൊരു ഫലവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കുടിവെള്ളം കിട്ടാതെ ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യില്ലെന്നും മിനി സുധൻ പറഞ്ഞു. ഈ കുടിവെള്ളം മുടിച്ചിട്ട് അപ്പുറത്തും വീട്ടിൽ നിന്ന് എടുത്തോളാനാണ് പഞ്ചായത്തിൽ നിന്ന് അന്ന് ചെന്നപ്പോൾ പറഞ്ഞത്. തൽക്കാലം അങ്ങനെ ഇപ്പം എന്നും നമുക്ക് അപ്പുറത്തും വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? നമുക്ക് ഈ സ്വന്തമായിട്ടൊരു കണക്ഷൻ തരുന്ന വെച്ചാൽ നമുക്ക് ഈ കുടിവെള്ളത്തിനൊരു ഉപകാരമായി. കിണറുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റില്ല, തുണി വരെ കഴുകാൻ പറ്റില്ല. 2 വീടുകളിൽ നിന്നായി 5 വോട്ടുകളുണ്ടെന്നും കുടിവെള്ളം കിട്ടാതെ വോട്ടുകൾ ചെയ്യില്ലെന്നും ഇരു വീട്ടുകാരും പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.